എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് സ്ത്രീധനത്തെക്കുറിച്ച് പറയാൻ വേണ്ടി വളരെ പ്രശ്നമുള്ളൊരു സംഭവമാണ് സ്ത്രീധനം. അതൊരു കൊടുത്താലും പ്രശ്നമാണ്, കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ്, കൊടുക്കണമെന്ന് ചോദിച്ചാലും പ്രശ്നമാണ്. വളരെയധികം കർശനമുള്ളൊരു സംഗതിയാണ് സ്ത്രീധനം. സ്ത്രീധനം 1961 ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്, സ്ത്രീധന നിരോധന നിയമം. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എന്നാണ് പറയുന്നത് 1961. ഈ ആക്ട് പ്രകാരം സ്ത്രീധനം കൊടുക്കുന്നതോ വാങ്ങുന്നതോ നിയമപരമായിട്ട് തെറ്റാണ്. പക്ഷേ കൊടുക്കുന്നതിന് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നിയമത്തിൻ്റെ പരിധിയിൽ അത് തെളിയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. കൊടുക്കുന്നത് സ്ത്രീധനമാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്ത്രീധനം. അത് ചില ആളുകൾ പറയും എൻ്റെ ഒരു മനസ്സുഖത്തിന് കൊടുക്കുകയാണ്, മോൾക്കൊരു ഇതോട്ടെ എന്ന് പറഞ്ഞ് 100 പവനും 10 ലക്ഷം രൂപ ഒരു മാരുതി കാറും കൊടുക്കുന്നു. അതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കും. അമ്മയും അച്ഛനും ഒക്കെ പെണ്ണിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് ആയാലും അതെ, വനിതാ കമ്മീഷൻ ആയാലും അതെ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇതിനുള്ള പോംവഴി? ഇതിന് പ്രത്യേകിച്ച് പോംവഴിയൊന്നുമില്ല. പെൺകുട്ടികൾ തന്നെ വിചാരിക്കണം. അച്ഛന്മാരെ അല്ലെങ്കിൽ അമ്മമാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അവരെ ദ്രോഹിക്കുന്ന തരത്തിൽ ഇനി കല്യാണങ്ങൾ നടത്തില്ല. അംബാനിയും അതുപോലെ ബിൽ ഗേറ്റ്സും പോലെയുള്ള ആളുകൾ അവരുടെ മക്കൾക്ക് വേണ്ടി ആഡംബരമായിട്ടുള്ള കല്യാണങ്ങൾ നടത്തുമ്പോൾ അതുപോലെ തന്നെ ആഡംബരമായിട്ടുള്ള ചെറിയ തോതിലുള്ള കല്യാണങ്ങൾ നടത്തണമെന്ന് വിചാരിക്കുന്നത് ഒരു തരത്തിൽ മണ്ടത്തരമാണ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ബോണ്ടുകളായിട്ടും അല്ലാതെ ഷെയർ മാർക്കറ്റിലും പിന്നെ അല്ലറ ചില്ലറ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് കോടിക്കണക്കിന് രൂപയുടെ കല്യാണങ്ങൾ നടത്തുന്നത്. അവർ ഈ കല്യാണങ്ങൾ നടത്തുന്നത് അവർക്ക് ശരിക്കും ഈ കല്യാണങ്ങൾ നടത്താൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ്. ഇത്രയധികം ആസ്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ കല്യാണം നടത്തിയില്ലെങ്കിൽ പിന്നെ അതിനൊരു വേറെ ആരാണ് കല്യാണം നടത്തേണ്ടത്? ഒരു 10 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള ആള് തൻ്റെ മകളുടെ കല്യാണത്തിന് ഒരു 300 കോടി അല്ലെങ്കിൽ ഒരു 400 കോടി രൂപ ചെലവാക്കുന്നത് കൊണ്ട് അയാളുടെ വരുമാനത്തിനും അയാളുടെ ആസ്തിക്കും ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പല ആളുകൾക്കും ജോലി കിട്ടുന്നുണ്ട്. പന്തൽ പണിയാൻ വന്ന കോടിക്കണക്കിന് രൂപയുടെ പന്തലിടാൻ വന്ന ആള്, പിന്നെ അതുപോലെ കാറ്ററിങ്ങിന് അവിടെ വരുന്ന ആളുകൾ, ഒരു 10-12,000 ആളുകൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ജോലി കിട്ടുന്ന ഒരു കല്യാണങ്ങളാണ് ഈ കോടീശ്വരന്മാരുടെ കല്യാണം. അതുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കോടീശ്വരന്മാരുടെ കല്യാണം കോടീശ്വരന്മാരുടെ രീതിയിൽ തന്നെ കല്യാണം നടത്തുന്നത് നല്ലതായിരിക്കും. പക്ഷെ അത് കണ്ടുകൊണ്ട് സാധാരണക്കാരൻ അതിലേക്ക് തുനിയാനിരിക്കരുത്. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പാത്രം കഴുകിയും അല്ലെങ്കിൽ സാധാരണ കൽപ്പണി ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കൂലിപ്പണി ചെയ്ത് പലതരത്തിലും മിച്ചം വെച്ച് കുറി പിടിച്ച് വെച്ച പൈസ, പിന്നെ അതൊന്നും പോരാതെ നമുക്ക് നമ്മളെങ്ങനെയോ പണിയെടുത്തുണ്ടാക്കിയ ഒരു ചെറിയ ഒരു 4 സെന്റ് അല്ലെങ്കിൽ 3 സെന്റ് സ്ഥലത്തെ വീട്, ഇതൊക്കെ ലോണിൽ വെച്ചിട്ട് 16 ലക്ഷം രൂപ 20 ലക്ഷം രൂപ ഒക്കെ കല്യാണം നടത്തുന്ന ഒരിക്കലും മണ്ടത്തരമാണ്. അതായത് ഇപ്പോൾ ഒരാളുടെ കയ്യിൽ 16 ലക്ഷം രൂപയുണ്ട്, അതിൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം സ്വർണത്തിന് തന്നെ ചിലവായി. ബാക്കിയുള്ള ഈ 6 ലക്ഷം രൂപ വെച്ചിട്ട് കല്യാണം നടത്തുകയാണ്. എന്നിട്ടും ഈ 16 ലക്ഷം രൂപ വെച്ച് മുതലാക്കിയിട്ട് ചിലവാക്കിയിട്ടും ചെക്കൻ്റെ വീട്ടുകാർ പറയണതാണ് ഇനിയും പൈസ പോന്നോട്ടെ. നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. നമ്മൾ ആൺമക്കളായിക്കോട്ടെ പെൺമക്കളായിക്കോട്ടെ പഠിപ്പിക്കാൻ അവരെയൊക്കെ സഹായിക്കുന്നതൊക്കെ മാതാപിതാക്കളാണ്. അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ. അത് കഴിഞ്ഞിട്ടും അവർക്ക് നമ്മളെ കല്യാണം കഴിപ്പിക്കണമെന്ന് ആണോ, കല്യാണം കഴിഞ്ഞ് അതിന് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരാനോ മാതാപിതാക്കൾക്ക് ഒരു ബാധ്യസ്ഥരല്ല അവർ. ശരിക്കും അതിനോടൊരു ഡിമാൻഡ് വെക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ ഒരു തരത്തിലും മക്കൾ ചെയ്യാൻ പാടില്ലാത്തൊരു വലിയൊരു പ്രശ്നമാണ്. അതൊരു ഇപ്പോൾ എങ്ങനെയെന്ന് പറയണ്ടേ, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ഞാൻ
വളരെ കാലങ്ങൾക്ക് മുമ്പ് നോട്ട് നിരോധിച്ച സമയം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങളിലേക്ക് അടുത്തൊരു ധനകാര്യ സ്ഥാപനം ഉണ്ടായിരുന്നു. ആ ധനകാര്യ സ്ഥാപനം പെട്ടെന്നൊരു ദിവസം പ്രഭാതത്തിൽ ആ സ്ഥാപനം പ്രവർത്തനരഹിതമായി. അതിൽ നിക്ഷേപിച്ച പൈസയൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ആ നിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ്. അപ്പോൾ പലരുടെയും ജീവിതത്തിൽ റിട്ടയർമെൻറ്റിന് കഴിഞ്ഞിട്ടുള്ള പൈസയും അതുപോലെ കൂട്ടിവെച്ച് മക്കളുടെ കല്യാണത്തിന് വേണ്ടി കൂട്ടിവെച്ച് ഭൂരിഭാഗം പേരും മക്കളുടെ ഒരു കല്യാണത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോനെ ഞാൻ ഈ പൈസ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ ഈ മക്കളുടെ എന്തിനാണ് ഇങ്ങനെ മക്കളുടെ കല്യാണത്തിനെ കുറിച്ച് മാതാപിതാക്കൾ ആലോചിക്കുന്നുണ്ട്. ഒരു പ്രായമെത്തി ഒരു ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് കല്യാണം കഴിക്കാൻ അവർ തന്നെ പറയും. അവർക്ക് കല്യാണത്തിന് ആവശ്യമുണ്ടെങ്കിൽ അവർ തന്നെ പൈസ ചിലവാക്കി മുന്നോട്ട് വരണം. അതാണ് ഇപ്പോൾ ചൈനയിലും ജപ്പാനിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിക്കാനുള്ളതിൻ്റെ ചിലവ് കൂടിയതുകൊണ്ട് അവിടെയുള്ള ആളുകൾ ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിന് പുറകോട്ട് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചൈനയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഗവൺമെന്റിന് ചെറിയ പേടിയുണ്ട്, ജനസംഖ്യ എങ്ങാനും കുറഞ്ഞു പോകുമോ. അവരെ ഇപ്പോൾ നല്ല വികസനത്തിന്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അവരെ കല്യാണത്തിന് ചിലവ് കൂടുതലായതുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും കല്യാണത്തിന് മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യുന്ന ഗവൺമെന്റ് ചില സംസ്ഥാനങ്ങളിൽ അവർ ഗവൺമെന്റ് അങ്ങോട്ട് പൈസ കൊടുക്കാൻ തുടങ്ങി കല്യാണങ്ങൾക്ക്. അതെന്തുകൊണ്ടാണ്? ചിലവ് കൂടുതലാണ്. നമ്മളുടെ ഇന്ത്യയിലും അതുപോലെ ചിലവ് കൂടുന്നതാണ്, പക്ഷേ അതിനനുസരിച്ച് കൂട്ടുന്നതുമാണ്. മാതാപിതാക്കളാണ് അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ടത്. ഈ അംബാനിയും കുംബാനിയും ഇതുപോലെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് അവരെ ആളുകളുടെ കല്യാണങ്ങളിലും കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളുടെ കല്യാണം അവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് സാധാരണക്കാർ പോയി കല്യാണം നടത്തരുത്. നിങ്ങൾക്ക് കല്യാണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരും മക്കളോട് പറയണം. ആൺമക്കളായാലും കുഴപ്പമില്ല, പെൺമക്കളായാലും കുഴപ്പമില്ല. എടാ മോനെ, നിനക്ക് കല്യാണം പ്രായമായി, നീ കല്യാണം കഴിക്കണമെങ്കിൽ നീ പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് കല്യാണം കഴിച്ചു. അല്ലെങ്കിൽ മോളെ, നിനക്ക് കല്യാണ പ്രായമായിട്ടുണ്ട്, നിനക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, സ്വർണ്ണം കൊടുക്കാൻ നീ എന്നെ സഹായിക്കുമെന്ന് ചോദിച്ചു പോകും. അവർക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ കല്യാണം വേണ്ട. നമ്മളൊന്നില്ലെങ്കിൽ സഹായിക്കണം. കല്യാണം വരുമ്പോൾ അങ്ങോട്ടും സഹായിക്കണം. അത് തന്നെയാണ് അമേരിക്കയിലെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അമേരിക്കയിലെ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ അവരുടെ കല്യാണത്തിന് മാതാപിതാക്കൾ സഹായിക്കും. സഹായിക്കുന്നതിനൊരു ലിമിറ്റേഷനൊക്കെ ഉണ്ട്. അവിടെ ആദ്യം നമ്മളുടെ നിന്നൊരു കോൺട്രിബ്യൂഷൻ വേണം. പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ ചെക്കനും പെണ്ണും അവർ ആദ്യം സഹായിച്ചതിന് ശേഷം മാതാപിതാക്കളും കുറച്ച് അവരുടേതായിട്ടുള്ളൊരു കുറച്ച് പൈസ അവരും ഇൻവെസ്റ്റ് ചെയ്യും ഈ കല്യാണത്തിന് വേണ്ടിയിട്ട്. അല്ലാതെ ഒരു സ്ഥലത്തുനിന്ന് മാത്രം പൈസ ഇട്ട് കല്യാണം നടത്തണമെന്ന് പറയുമ്പോൾ അതൊരു കല്യാണത്തിൻ്റെ ഭാരമായിട്ട് വരികയാണ്. അത് ഇപ്പോൾ നമ്മളുടെ ഇന്ത്യൻ സംസ്കാരം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ സംസ്കാരം ഒരു തരത്തിലൊരു വൃത്തികെട്ട സംസ്കാരമായിട്ട് മാറരുത്. അതിൻ്റെ പിന്നിൽ കുറേയധികം പെൺകുട്ടികളുടെ മരണത്തിന് കാരണമാകുന്നുണ്ട്. 10 ലക്ഷം രൂപ 100 പവനൊന്നും കിട്ടിയില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്ന പുരുഷന്മാരാണെങ്കിൽ കല്യാണം വേണ്ടെന്ന് വെക്കണം. അതുപോലെ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ കല്യാണം നടത്തിക്കോ. അല്ലാതെ ഒരു തേങ്ങയും വാങ്ങിയില്ലാതെ ഒരു സാധാരണ ഗവൺമെന്റ് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് വരുന്നവനൊക്കെ 100 പവനും 10 ലക്ഷം രൂപയൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇതിനും ഒന്നും മനസ്സിലാവാത്തവരാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല.